ഹിജാബിന്റെ അങ്ങോട്ടൊക്കെ നമുക്ക് കടന്നു വരാം. അതിന്റെ മുമ്പുള്ള തന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദുല്ലാഹി വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന. ഈ ഹദീസ് സഹീഹാണ് അല്ല എന്നുള്ളത് നിങ്ങൾ പ്രതിപാദിച്ചില്ലല്ലോ. ആ സഹീഹിന്റെ റാവിയില് അത് ശരിയല്ല, അയാൾ ദഈഫാണ് എന്ന് ഇബ്നു ഖുസൈമ പറഞ്ഞത് നിങ്ങൾ കാണാത്തത്? നിങ്ങള് ചോദിക്കാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. അതൊക്കെ ചോദിച്ചാൽ മറുപടി വരിക്ക് വരും. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹുൽ മുഹദ്ദബിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു, ഇസ്നാദു ഹാദൽ ഹദീസ് സ്വഹീഹുൻ. ഈ ഹദീസിന്റെ പരമ്പര കൃത്യമായി സ്വഹീഹാണ്, ഒരു സംശയവും അതിലില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇമാം നബവി പറഞ്ഞ അതേ വാചകം ആവർത്തിച്ചു പറയുന്നു, വളരെ ശക്തമായി ശരിയാണ്. ഇമാം നബവി ഒരു ഫഖീഹാണ്, നേരെ മറിച്ച് ഇബ്നു ഖുസൈമ ഒരു മുഹദ്ദിസാണ്. ഹദീസിന്റെ വിഷയം മുഹദ്ദിസ് പറഞ്ഞത് അംഗീകരിക്കാതെ ഒരു ഫഖീഹ് പറഞ്ഞതിന്റെ മേലാണോ നിങ്ങൾ പിടിച്ചു തോന്നുന്നത്? ഇബ്നു ഖുസൈമ എവിടെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒന്ന് പറയുന്നത്? വലാ അഖ്ശു അലാ സമാഇ ഹബീബ് ഇബ്നു ഉബയ്യ് അബീ സാബിത്തിൻ ഹാദൽ ഖബറു മിൻ ഇബ്നു ഉമറ ഇബ്നു ഖുസൈമ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സ്വഹീഹല്ല എന്നാണോ? ഇത് ഇബ്നു ഉമർ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ഹബീബിന് അബീ സാബിത്ത് അയാൾക്ക് സമാജ് സ്ഥിരപ്പെട്ടിട്ടില്ല. സമാജ് സ്ഥിരപ്പെടാത്ത ആളെ കൊടുത്തിട്ടുള്ള ഹദീസ് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അതിന്റെ അർത്ഥം എന്താ? ലാത്തിഫുന്റെ അർത്ഥം എന്ന് പറയണം. ഇബ്നു ഖുസൈമക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോ മൂപ്പർ നിങ്ങൾ പറയും പോലെ ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന ആളല്ലല്ലോ. അർത്ഥം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ വിശദീകരിക്കും. ലാത്തിഫുന്റെ അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുക, ആളുകൾ കേൾക്കട്ടെ. ലാത്തിഫ് പറഞ്ഞാൽ എന്താ? ഞങ്ങളർത്ഥം നോക്കി ലാത്തിഫ് എന്താണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. ലാത്തിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നടത്തിയ നോട്ടത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പിന്നെയും നോക്കി, നിങ്ങളത് കാണണം. എടുക്കു ഫത്ഹുൽ ബാരി, ഫത്ഹുൽ ബാരിയിൽ കാണാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു അഖ്റജഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഹുസൈമ. ഈ ഹദീസ് അബൂ ദാവൂദ് പുറപ്പെടുവിക്കുകയും ഇബ്നു ഹുസൈമ സ്വഹീഹാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയുടെ 2ാം വാള്യത്തിന്റെ 350-ാമത്തെ പേജ്. ഇനി എന്ത് പറയാണ്ട്?